അപ്പൊ എന്തായാലും പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളവരുടെ വിഷമമൊക്കെ അങ്ങ് തീരട്ടെ. പോയിട്ട് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും പറയാം. അമ്മയും മകനും തമ്മിലുള്ള സ്നേഹം സ്വന്തം ചോരയല്ലെങ്കിലും ഹൃദയം കൊണ്ട് ഒരു കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് വളർത്താൻ ഒരമ്മയ്ക്കേ കഴിയൂ. അന്തരിച്ച കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണുവിന് ക്യാൻസർ ബാധിച്ചു എന്ന വാർത്ത നമ്മളെയെല്ലാം ഏറെ സങ്കടപ്പെടുത്തിയ ഒന്നാണ്. രോഗം ബാധിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും താൻ ചെറുപ്പത്തിലെ പോറ്റി വളർത്തിയ കുട്ടി സുധിയുടെ മൂത്ത മകൻ തന്നെ കാണാൻ എത്തിയില്ലെന്ന വലിയൊരു വിഷമം രേണു കഴിഞ്ഞ ദിവസം പങ്കുവെക്കുകയുണ്ടായി. താൻ വളർത്തി വലുതാക്കിയ ഒരു മകനുണ്ട്. അവൻ ഇതുവരെ എന്നെ കാണാൻ വന്നില്ല. എനിക്ക് അതിൽ വിഷമമില്ല. ഞാൻ അവനോട് ക്ഷമിച്ചിരിക്കുന്നു എന്നാണ് ആ അമ്മ പറഞ്ഞത്. ഒരു രോഗക്കിടക്കയിൽ കിടന്ന് ആ അമ്മ പറഞ്ഞ വാക്കുകൾ ഏതൊരു മനുഷ്യൻ്റെയും കരളലിയിപ്പിക്കുന്നതാണ്. സുധിയുടെ വേർപാടിന് ശേഷം വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ രേണുവിന് ഇപ്പോൾ താങ്ങായി നിൽക്കുന്നത് സ്വന്തം അച്ഛനും അമ്മയും സഹോദരങ്ങളും, ഒപ്പം പ്രതിഫലമൊന്നും വാങ്ങാതെ കൂടെ നിൽക്കുന്ന ക്യാമറമാനും മാനേജർ കരീഷ്മയുമാണ്. എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോഴും ചില മനുഷ്യരുടെ ക്രൂരമായ വാക്കുകൾ അവരെ വീണ്ടും വേദനിപ്പിക്കുന്നുണ്ട്. നാട്ടുകാരുടെ ശാപം കൊണ്ടാണ് ഈ രോഗം വന്നതെന്ന് പറഞ്ഞ് ഇപ്പോഴും വേട്ടയാടുന്നവരോട് രേണുവിന് ഒന്നേ പറയാനുള്ളൂ: ക്യാൻസർ വാർഡിലെ മാരകമായ വേദനകൾ ഒരു തവണയെങ്കിലും മനസ്സിലാക്കിയാൽ ശത്രുക്കൾക്ക് പോലും ഈ രോഗം വരരുതേ എന്ന് ആരും പ്രാർത്ഥിച്ചു പോകും. മരണത്തോട് പൊരുതുമ്പോഴും തന്നെ കുറ്റപ്പെടുത്തുന്നവർക്ക് നേരെ ആ അമ്മ നൽകിയ വലിയൊരു താക്കീതാണിത്. എന്നാൽ ഈ വാർത്തകൾക്ക് പിന്നിലെ സുധിയുടെ ആദ്യ ഭാര്യയിലുള്ള മകൻ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച ഒരു വീഡിയോ ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. എന്തായാലും ഞാൻ പോകാൻ തീരുമാനിച്ചു, വിഷമിക്കുന്ന അവരുടെ വിഷമം മാറട്ടെ എന്ന വരികളാണ് അവൻ വീഡിയോയിലൂടെ പറഞ്ഞത്. ഒരു അമ്മ രോഗക്കിടക്കയിൽ കിടന്ന് തന്നെ ഓർത്ത് കരയുമ്പോൾ തികച്ചും വൈകാരികതയില്ലാത്ത രീതിയിൽ മകൻ നടത്തി ഈ പ്രതികരണം സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. നിനക്ക് ഒട്ടും നന്ദിയില്ലേ? ചെറുപ്പത്തിൽ നിന്ന് വളർത്തിയത് ആ അമ്മയല്ലേ? ഇത്രയും പുച്ഛത്തോടെ സംസാരിക്കാൻ നിനക്കെങ്ങനെ കഴിയുന്നു എന്ന ചോദ്യങ്ങളുമായി നിരവധി പേരാണ് ആ മകനെതിരെ രംഗത്തെത്തുന്നത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു മകന് അമ്മയോടുള്ള കടമയെക്കുറിച്ചാണ്. ജന്മം നൽകിയത് കൊണ്ട് മാത്രം ഒരാൾ അമ്മയാകില്ല. അമ്മയില്ലാത്ത സങ്കടമറിയാതെ ഒരു കുറവും വരുത്താതെ ചെറുപ്പകാലത്ത് നമ്മളെ ഊട്ടി വളർത്തിയത് ആരാണോ അവരാണ് യഥാർത്ഥ അമ്മ. ആ പോറ്റമ്മ ഇന്ന് ജീവിതത്തിലെ ഏറ്റവും കഠിനമായ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഓടിയെത്തേണ്ടത് മകൻ്റെ കടമയാണ്. ആ വേദനയിൽ കൂടെ നിൽക്കുക, ഒന്ന് തലോടുക, ഞാൻ കൂടെയുണ്ട് അമ്മേ എന്ന് പറയുന്ന ഒരു വാക്ക് നൽകുക. ആ ആശ്വാസം മറ്റൊന്നിനും നൽകാൻ കഴിയില്ല. ഇവിടെ ഈഗോയോ പരിഭവങ്ങളോ അല്ല, സ്നേഹമാണ് ഉണ്ടാകേണ്ടത്. രേണുവിന് രോഗം മാറ്റി നൽകാൻ കഴിയില്ലായിരിക്കാം, പക്ഷേ അവരെ മാനസികമായി തളർത്താതിരിക്കാൻ നമുക്ക് കഴിയും. ആ മകൻ വൈകിയാണെങ്കിലും ആ അമ്മയുടെ അരികിലേക്ക് എത്തുമെന്നും അവരെ ചേർത്ത് പിടിക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. രോഗക്കിടക്കയിലെ ആ വേദനകളിൽ നിന്ന് രേണു എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ.